ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, മൂക്കൊരു കുഴപ്പമില്ലല്ലോ. അപകടത്തിൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എനിക്കൊരു കുഴപ്പമില്ല. താങ്ക് ഗോഡ്. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. എന്റെ ദേഹേ പൊള്ളാതിരുന്നിട്ടുള്ളൂ, എന്റെ മനസ്സ് പൊള്ളിയിട്ടുണ്ട്. അവള് പൊള്ളിച്ചു. അവളുടെ ഡ്രസ്സ് മമ്മി എടുത്ത് സൂക്ഷിച്ചു വെച്ചപ്പോ ഞാൻ നിലത്തിട്ട് ചവിട്ടിയില്ലേ, അതിനവൾ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. അതറിയാതെ വായിന്ന് വീണു പോയതാ മാം. എന്ത് സംഭവിച്ചാലും അറിയാതെ. ഇതാണോ സിനി നിന്നെ ഞാൻ ഇത്ര നാളും പഠിപ്പിച്ചത്? ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ അതെങ്ങനെയാണ് മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പഠിപ്പിച്ചിട്ടില്ലേ? സോറി മാം. സാരല്ല, പോട്ടെ മോളെ. പോട്ടെയെന്നോ? എന്റെ ജീവിതത്തില് ഞാൻ ആരുടെങ്കിലും മാപ്പ് പറഞ്ഞിട്ടുണ്ടോ? മമ്മി അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ പിന്നെ എന്നെ കൊണ്ട് ആദ്യമായി മാപ്പ് പറയിച്ചവളെ ഞാൻ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യാ? ഇന്നത്തെ പൂജ മുടങ്ങി മാം. ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അറിയില്ല. പൂജയുടെ സിസ്റ്റം അതല്ലേ. വ്രതാനുഷ്ഠാനങ്ങളോടെ എടുക്കുന്ന പൂജയിൽ ആർക്ക് സംഭവിക്കുന്ന തെറ്റിന്റെ പേരിലായാലും പൂജ മുടങ്ങിയാൽ വ്രതമെടുക്കുന്നവൾക്ക് നാശം സംഭവിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, ആചാര്യന്മാർ പറഞ്ഞു കൊടുത്തിട്ട് അവര് കളരിക്കൽ കുടുംബക്കാര് തന്നെ പറഞ്ഞതാ. സർപ്പശാപം സത്യമാണെങ്കിൽ, ആചാര്യന്മാരുടെ വാക്കുകൾ ശരിയാണെങ്കിൽ അവൾക്ക് നാശം സംഭവിക്കും. അല്ലേ മമ്മി? മമ്മിയുടെ മുഖത്ത് കാണുന്ന ഈ ഒരു വിഷമമുണ്ടല്ലോ, അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോകുമോ എന്നുള്ള വിഷമം. സത്യത്തില് ഇപ്പൊ അത് കാണുമ്പോ എനിക്കൊരു ത്രില്ല. അവള് ചാവട്ടെ മമ്മി. സ്വന്തം മകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എത്ര പേരെ വേണമെങ്കിലും കൊല്ലാമെന്ന് ആവേശത്തില് പലതവണ മമ്മി തന്നെ പറഞ്ഞിട്ടില്ലേ? ഇത് മക്കൂട്ടത്തിലങ്ങ് പെടുത്തിയാ മതി. വേഷം കെട്ടിപ്പോയവള് വേഷം അഴിക്കുന്നതിന് മുന്നേ ചാകണം. ഇറ്റ്സ് റിയലി ത്രില്ലിംഗ്. ഹാ അതെ, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നറിയാൻ വേണ്ടി മമ്മി ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. ഓക്കെ? ഇനിയെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ വരാതെ നോക്കണം. ആരുടെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് അറിയില്ല. ഇല്ലായിരുന്നെങ്കിൽ ഗാഥ മാഡവും കൃഷ്ണയും മാമും എല്ലാവരും ഇപ്പൊ കളരിക്കൽക്കാരുടെ ചതിയുടെ പട്ടികയിൽ വന്നേനെ. ഒന്നും അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ലല്ലോ സിനി. ഒക്കെ സംഭവിച്ചു പോയി. ഇനിയില്ലാതെ നോക്കാം.